പോയത്? കുളിക്കാൻ പോകുന്നതിന് മുമ്പ് പതിവ് പോലെ കഴുത്തിലെ ചെവി ഒരു ഡ്രസ്സിംഗ് ടേബിളിൽ വെച്ചു. അതിപ്പോ കാണുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഈ വീട്ടിൽ ഞാൻ ആരെയാണ് സാർ സംശയിക്കുക? കേശവ് മാത്രമേ ഇവിടെ ജോലിക്കായിട്ടുള്ളൂ. അവരങ്ങനൊന്നും എടുക്കാനുള്ള ധൈര്യമില്ല. മാല പോയാൽ പോകട്ടെ. ഈ സാഹചര്യത്തിൽ സാറിന് നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചല്ലോ. ഇത് വെളച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട. അല്ല, ഇതാരെ? അജിയോ? എന്താ ആ സമയത്ത്? സൈക്കിളിൽ നിന്ന് സൈക്കിൾ പഞ്ചറായി. സൈക്കിൾ ഓവർടൈം ഉണ്ടായിരുന്നു. സൈക്കിൾ ബാക്ക് ചെയ്തു. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അടുത്ത വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും എൻ്റെ അനുജത്തി. അച്ഛനും ഒരു ശാപം പോലെ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് രണ്ടുപേരും ഒരുമിച്ച് മരിച്ചു. ആ, വീടെടുത്തു. ഞാൻ ഇറങ്ങട്ടെ. ശരി, ഒരു ദിവസം വീട്ടിലേക്ക് വരണം. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. പ്രിയേ, പ്രിയേ, പ്രിയേ. എന്താ വൈകിയത്? സൈക്കിൾ പഞ്ചറായി. ഭക്ഷണം കഴിച്ചില്ലേ? ചേട്ടൻ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ആ, വേഗം എടുത്തേക്ക്. DSP എന്ത് പറഞ്ഞു? പറയാൻ എന്തിരിക്കുന്നു? പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തെളിവുകളാണല്ലോ ആവശ്യം. അന്ന് പണം വാങ്ങിക്കത്തുള്ള വൈരാഗ്യമാണ് അവരിങ്ങനെ കയ്യേറ്റം നടത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യാവസ്ഥ ചേട്ടൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് തെളിയിച്ചു കൊടുക്കണം. അറിയാത്തിന് എപ്പോഴും തിടുക്കമല്ല പെണ്ണെ, ചുറുചുറുപ്പാണെന്ന് പറ. ഇത്തരം ബിസിനസ്സിൽ അതില്ലാതെ പറ്റില്ല. സാധനം പോയി കഴിഞ്ഞിട്ടേ ഇനിയെങ്കിലും സാവകാശം കാണിച്ചുകൂടെ? ഇൻസ്പെക്ടർ സുരേഷിന്റെ കണ്ണിൽ പെടാതിരുന്നാൽ മാത്രം മതി. ബാക്കി റൂട്ടെല്ലാം ക്ലിയറാണ്. ഏയ്, അതോർത്ത് പേടിക്കാനൊന്നുമില്ല. അവന്റെ പറ്റി അമ്മീത്താണ്. ഇനി അത് പൊങ്ങില്ല.
ഹലോ, ഉണ്ടല്ലോ, കൊടുക്കാം. ഹലോ, സക്കറിയ ഹിയർ. പറയൂ. ഇവന്മാരെല്ലാം അകത്താക്ക്. ആ തൊണ്ടി സാധനങ്ങൾ എടുത്തോളൂ. ചുമര, നിനക്ക് തമാശ പറയാൻ അറിയാമല്ലേ? ഇക്കാരം പറയുന്നല്ലടാ. ഹലോ, അതെ, എടോ ഇത് പോലീസ് സ്റ്റേഷൻ അല്ല, തന്നെ ടി വി സ്റ്റേഷനാണ്. ആ, നിങ്ങൾ ആരാ? MLA? ആ, വിളിക്കാം. അറിയണം. സാർ, ഫോൺ. പല MLA യാ. ഓ യെസ്, എസ് ഐ ഹിയർ. ഓ ശരി, ഇട്ടേക്കാം. ആരെങ്കിലും ഫോൺ ചെയ്തോ? MLA വിളിച്ചിരുന്നു. എനിക്ക് എന്റെ വർക്ക് ജീവനാണ്. അവരുടെ ദേഹത്ത് ഒരു ഉറുമ്പ് കടിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. സാർ ഇരിക്കണം. ഗോലക്ഷ്മല്ലേ സാർ, അവന്മാരെ ലോക്കപ്പിലിട്ട് ഞങ്ങൾ അവരെ ജാമ്യത്തിൽ കൊണ്ടുപോകാനാണ് വന്നത്. 24 മണിക്കൂർ അവരുടെ കിടക്കും. എന്നിട്ട് ആലോചിക്കാം. ആ, വേറെ എന്തെങ്കിലും പറയാറുണ്ടോ? നിങ്ങൾക്ക് പോവാം. സാറ് വിളിച്ചു എന്ന് പറഞ്ഞു. ആ, വിളിച്ചു. അജി ഇരിക്കും. നമ്മളൊക്കെ ഒരേ പ്രായക്കാരൻ. നോ ഫോർമാലിറ്റി. ഇടാം. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. കാര്യം വെച്ചാൽ പറയും. ഞാൻ വലിക്കില്ല. ഞാൻ സ്വന്തം നിലയിൽ ഒരു പുതിയ ഫാക്ടറി പ്ലാൻ ചെയ്യുക. ഇതാണ് പ്ലാൻ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? ഫാക്ടറിയുടെ കംപ്ലീറ്റ് ഇലക്ട്രിക് സർക്യൂട്ടും മോഡേൺ ആയിരിക്കും. അതിന്റെ ചുമതല ഇൻഡിപെൻഡന്റ് ആയി അജി ഞാൻ ഏൽപ്പിക്കും. യു ആർ മൈ ചീഫ് ഇലക്ട്രീഷ്യൻ. കലക്കണം. അജിക്ക് എന്നിൽ മതിപ്പ് തോന്നുന്നില്ലേ? ശരി സാർ, സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ ഫാക്ടറിയോട് ചെല്ലട്ടെ. അജി ഇല്ലേ ഇവിടെ? ഇല്ല, ഫാക്ടറി ഇല്ല. അജി വന്നാലുടനെ ഞാൻ വന്നിരുന്നു. സ്റ്റേഷനിലേക്ക് ഒന്ന് വരാൻ പറ. ആ